ദൈവസാന്നിധ്യം നമ്മോട് കൂടെയുണ്ടെന്ന് എങ്ങനെ ഉറപ്പിക്കാം? നമ്മോട് കൂടെയുള്ള ദൈവസാന്നിധ്യത്തെ എങ്ങനെ നിലനിർത്താം? അല്പസമയത്തെ ദൈവവചന ധ്യാനത്തിനു വേണ്ടി നിങ്ങളുടെ വിലയേറിയ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. അപ്പോസ്തലനായ യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനത്തിൽ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകിത്തരുന്ന ഒരാലോചനയുണ്ട്. ആദിയിൽ നഷ്ടപ്പെട്ട ദൈവ സാന്നിധ്യത്തിലേക്ക് പിതാവായ ദൈവം തൻ്റെ പുത്രനായ യേശുവിനെ ഈ താണഭൂമിയിലേക്ക് അയച്ചതിലൂടെ, നമ്മുടെ പാപങ്ങളെ പുത്രൻ്റെ മേൽ ചുമത്തിയതിലൂടെ, പുത്രൻ്റെ ക്രൂശുമരണത്തിലൂടെ, പാപത്തെയും മരണത്തെയും ജയിച്ച ഉയർപ്പിലൂടെ നഷ്ടപ്പെട്ട ബന്ധത്തിലേക്ക്, കൂട്ടായ്മയിലേക്ക് ദൈവം നമ്മെ മടക്കി വരുത്തിയിരിക്കുകയാണ്. ഒരു സന്തോഷ വാർത്തയാണ് യോഹന്നാൻ ഇവിടെ പങ്കുവയ്ക്കുന്നത്. ദൈവവുമായിട്ടുള്ള കൂട്ടായ്മ പുനഃസ്ഥാപിക്കപ്പെട്ടിരിക്കുകയാണ്. നഷ്ടപ്പെട്ട ബന്ധത്തിലേക്ക് നാം മടങ്ങി വന്നിരിക്കുകയാണ്. എങ്ങനെയാണ് മടങ്ങി വന്നത്? യേശു നമ്മുടെ പാപത്തെ ചുമന്നു. ദൈവമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് മനുഷ്യൻ അകന്നു പോകാനുള്ള കാരണം പാപമായിരുന്നത് കൊണ്ട് ആ ബന്ധത്തെ വീണ്ടും ഉറപ്പിക്കാൻ അകന്നുപോയ മനുഷ്യന് തൻ്റെ സ്വന്തം ശക്തി കൊണ്ട് അടുക്കാൻ കഴിയില്ലെന്നറിഞ്ഞ ദൈവം തൻ്റെ പുത്രനിലൂടെ അത് സാധിപ്പിച്ചിരിക്കുകയാണ്. യോഹന്നാൻ വിളിച്ചു പറയുന്നു, നമ്മളിപ്പോൾ ഒരു കൂട്ടായ്മയിലാണ്. ആദിയിൽ നഷ്ടപ്പെട്ട അതേ കൂട്ടായ്മയിലേക്ക് നിങ്ങൾ മടങ്ങി വന്നിരിക്കുകയാണ്. നമ്മുടെ കൂട്ടായ്മ യേശുക്രിസ്തുവിനോട് കൂടെയുള്ള കൂട്ടായ്മയാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഇന്ന് പകൽ എത്ര പേർ ഇത് വിശ്വസിക്കും? വിശ്വസിക്കാതെ നമുക്ക് ഈ കൂട്ടായ്മയുടെ സന്തോഷം അനുഭവിക്കാൻ കഴിയുകയില്ല. ദൈവവചനത്തെ വിശ്വസിക്കാതെ വചനത്തിലെ ജീവൻ അനുഭവിക്കുവാൻ കഴിയുകയില്ല. ഇന്ന് പകൽ ആരാണ് ഈ വചനത്തെ വിശ്വസിക്കുന്നത്? യേശു ഭൂമിയിൽ വന്നു, നമുക്ക് വേണ്ടി മരിച്ചു, പാപപരിഹാരം വരുത്തി, നഷ്ടപ്പെട്ടുപോയി ബന്ധത്തിലേക്ക് മടക്കി വരുത്തിയിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വിലയേറിയവരാണ്. നിങ്ങൾ ദൈവത്തിൻ്റെ മക്കളാണ്. യേശു തൻ്റെ ക്രൂശുമരണത്തിലൂടെ ആ ബന്ധത്തെ വീണ്ടും പുനഃസ്ഥാപിച്ചിരിക്കുകയാണ്. അത് വിശ്വസിക്കുന്നവരുടെ മേൽ ഇന്ന് പകൽ ദൈവ സാന്നിധ്യമുണ്ടാകും. ആർക്കും എടുത്തു മാറ്റാൻ കഴിയാത്ത സന്തോഷം. യോഹന്നാൻ പറയുന്നു, നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാൻ ഞാനിത് എഴുതുന്നു. അപ്പോൾ സന്തോഷത്തിൻ്റെ പൂർണ്ണത ദൈവമായിട്ടുള്ള ബന്ധത്തിലാണിരിക്കുന്നത്. അവിടെയാണ് എല്ലാ ദുഃഖവും തീരുന്നത്. അപ്പോൾ തന്നെ സാന്നിധ്യം അനുഭവിക്കുന്നവർ, വിശ്വസിക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ സാന്നിധ്യത്തിലേക്ക് നാം വന്നിരിക്കുമ്പോൾ നമ്മുടെ കൂട്ടായ്മയിലെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ആരാണ് എന്നുള്ള വെളിപ്പാടും കൂടെ അപ്പോസ്തലൻ കൈമാറുകയാണ്. ദൈവം വെളിച്ചമാകുന്നു, അവനിൽ ഇരുട്ട് ഒട്ടുമില്ല. അപ്പോൾ വീണ്ടും നമുക്കൊരു ചോദ്യം, അയ്യോ, അങ്ങനെയാണെങ്കിൽ ഈ കൂട്ടായ്മ സത്യമാണോ? സത്യമാണെന്നേ, സത്യമാണ്. അടുത്ത വചനം പറയുന്നു, യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. അപ്പോൾ ഈ കൂട്ടായ്മ ആക്റ്റീവാകുന്നത്, ഈ കൂട്ടായ്മ ശക്തമാകുന്നത് യേശുവിൻ്റെ രക്തത്താൽ നാം തളിക്കപ്പെടുമ്പോഴാണ്. യേശുവിൻ്റെ രക്തത്താലുള്ള ശുദ്ധീകരണം വെളിപ്പെടുമ്പോഴാണ്. നമ്മുടെ പാപങ്ങളെ നാം ഏറ്റുപറഞ്ഞാൽ അവൻ നമ്മെ ശുദ്ധീകരിക്കുന്ന ദൈവമാണ്. അവൻ വിശ്വസ്തനും നീതിമാനുമായ ദൈവമാണ്. പാപമില്ലെന്ന് പറഞ്ഞാൽ അതൊരു വഞ്ചനയാണ്. ഈ വചനത്തിൻ്റെ ശക്തി
നമുക്ക് അനുഭവിക്കാൻ കഴിയില്ല. എന്നാൽ ഇന്ന് പകൽ പാപം ഏറ്റു പറഞ്ഞാൽ യേശുവിൻ്റെ രക്തം നിങ്ങളെ കഴുകി നിങ്ങൾ ഒരു വിശുദ്ധ കൂട്ടായ്മയിലേക്ക് വന്നിരിക്കുന്നു. നിങ്ങളിപ്പോൾ അങ്ങനെ ഒരു അനുഭവത്തിലാണ്. എന്നാൽ അടുത്ത വചനം പറയുന്നു, അങ്ങനെ അനുഭവത്തിൽ വന്നവരോട് പറയുന്നു, വെളിച്ചത്തിലേക്ക് വന്നവരോട് പറയുന്നു, നിങ്ങൾ വീണ്ടും ഇരുട്ടിലേക്ക് പോകാതിരിക്കാൻ, നിങ്ങൾക്ക് ലഭിച്ച ഈ കൂട്ടായ്മയുടെ സന്തോഷം കെട്ടുപോകാതിരിക്കാൻ നിങ്ങൾ വളരെ ശ്രദ്ധാലുക്കളായിരിക്കണം. അവനെ അറിഞ്ഞിരിക്കുന്നു എന്ന് പറയുകയും അവൻ്റെ കൽപ്പന വിട്ട് നടക്കുകയും ചെയ്താൽ, ലോകപ്രകാരം വീണ്ടും നടന്നാൽ, സഹോദരനെ പകച്ചാൽ, ഈ വിശുദ്ധ കൂട്ടായ്മയുമായി ബന്ധമില്ലാത്ത ലോകസുഖമോഹങ്ങളിലൂടെ ലോകാനുരൂപരായി നടന്നാൽ, വചനം പറയുന്നു, അങ്ങനെ ഒരു കൂട്ടായ്മയിലാണെന്ന് ഇങ്ങനെയൊക്കെ നടക്കുമ്പോഴും ഒരാൾ പറഞ്ഞാൽ അത് ഭോഷ്കാണ്, അവൻ കള്ളനാണ്, അവനിൽ സത്യം ഇല്ല. പ്രിയപ്പെട്ടവർ, ഇവിടെ നമുക്ക് വേണ്ടത് മാനസാന്തരമാണ്. ഇവിടെ നമുക്ക് വേണ്ടത് വേർപാടും വിശുദ്ധിയുമാണ്. ഇവിടെ നമുക്ക് വേണ്ടതൊരു പുതിയ സമർപ്പണവും പുതിയ ജീവിതവുമാണ്. അങ്ങനെ ഒരു ജീവിതം എപ്പോൾ നമ്മിൽ വെളിപ്പെടുന്നുവോ ആ നിമിഷം മുതൽ ഈ കൂട്ടായ്മ ആക്റ്റീവാകും. ദൈവസാന്നിധ്യം നിങ്ങളോട് കൂടെ ഉണ്ടാകും. നമ്മുടെ ദൈവം വിശുദ്ധനാണ്. ആ ദൈവത്തോട് കൂടെയുള്ള യാത്രയും വിശുദ്ധമാണ്. അതുകൊണ്ട് എന്തു വില കൊടുത്തും ദൈവത്തോട് കൂടെ നടക്കണം. പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തെക്കാൾ വിലയുള്ളതൊന്നും ഈ ഭൂമിയിലില്ല. ദൈവവചനത്തോട് പ്രതികരിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.